ഹായ് ഇഖ്വാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ജീമാണ്. അലിഫ് ബ ത സ പഠിച്ചു. ബ ത സ പുള്ളി ഇടുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ജീം എഴുതൽ എങ്ങനെ? മനസ്സിലായില്ലേ? ഇത് വളരെ സിമ്പിൾ ആക്കി മനസ്സിലാക്കി തരാം. ഇടത്തിൽ നിന്ന് വലത്തോട്ട് വരക്കുക. ആ റിട്ടേൺ കൊണ്ടുവരിക. റിട്ടേൺ കൊണ്ടുവന്നിട്ട് അടിയിൽ ഒരു പകുതി വട്ടം വരയ്ക്കുക. ഫുൾ റൗണ്ട് അല്ല എന്നർത്ഥം. ഇത് ഫുൾ റൗണ്ട് ആണല്ലോ. ഫുൾ റൗണ്ട് വേണ്ട, പകുതി വട്ടം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്ന ലൈന് അതിന്റെ സെന്റർ കണക്കാക്കുക. വരക്കൊന്നും മനസ്സിലാക്കിച്ചാൽ മതി. എന്നിട്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് പോയിട്ട് അതേപോലെ റിട്ടേൺ വരിക. എന്നിട്ട് സെന്ററിൽ എത്തുന്നതിന്റെ മുമ്പാണ് നമ്മൾ പറഞ്ഞ ഈ വട്ടം വരക്കേണ്ടത്. വട്ടം വരക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഈ വട്ടത്തിൽ ജിസ്മ് എന്ന് അതിന് പറയാം. ഇതിന്റെ റേഴ്സും ജീമിന്റെ റേഴ്സ്, ജീമിന്റെ ജിസ്മ്. ഈ ജിസ്മിന്റെ ഈ ഭാഗവും റേഴ്സിന്റെ ഈ ഭാഗവും സെയിം ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇവിടെ തള്ളാൻ പാടില്ല. എന്നാൽ റേഴ്സിന്റെ ഈ ഭാഗവും ജിസ്മിന്റെ ഈ വാൽഭാഗം ഇങ്ങനെ കഴിഞ്ഞ് കണ്ട് നിൽക്കണം. മനസ്സിലായില്ലേ? പുള്ളി എവിടെ ഇടുക? പുള്ളി ഇവിടെ ഇടുക. ജീമിനാണെങ്കിൽ ഹായിനാണെങ്കിൽ പുള്ളി വേണ്ട, ഹായിനാണെങ്കിൽ പുള്ളി വേണ്ട. മനസ്സിലായോ? വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകൂടി കാണിക്കാം. ഇടത്തിൽ നിന്ന് വലത്തോട്ട് വരക്കുക. ആ വര അതേപോലെ റിട്ടേൺ വരിക. സെൻറ്റർ എത്തുന്നതിന് മുമ്പ് ഒരു പകുതി വട്ടം വരക്കുക. ഈ വട്ടത്തിന്റെ പ്രത്യേകത, അതിന്റെ ഈ ഭാഗം സെയിം വരണം, ഈ ഭാഗം കുറച്ച് കഴിഞ്ഞിക്കണം. ഇത്ര തന്നെ കഴിഞ്ഞിക്കണമെന്നൊന്നുമില്ല. ഒന്നുകൂടി സിമ്പിളായിട്ട് നിങ്ങൾ എഴുതി നല്ല ചുരുക്കിൽ എഴുതണം, ഭംഗിയിൽ എഴുതണം. ഒന്നുകൂടി കാണിച്ചു തരാം. ഇടത്ത് നിന്ന് വലത്തോട്ട് വരച്ചു, അവിടെ നിന്ന് റിട്ടേൺ വന്നു, സെൻറ്ററിലെത്തുന്നതിന് മുമ്പ് ഒരു പകുതി വട്ടം വരച്ചു കൊടുത്തു. ഓക്കെ, യെസ്. ഈ ഭാഗം സെയിം ആയിട്ട് വരണം, ഈ ഭാഗം കുറച്ച് കടന്നു പോകണം. ഉള്ളി ജീമാണെങ്കിൽ ഇവിടെ ഹ ആണെങ്കിലോ. മറ്റൊരു കാര്യം, ഒരു വരമ്പക്കൂടെ നമ്മൾ എഴുതുന്നതെങ്കിൽ കണക്കാക്കുക. ഇത് നോട്ടിക്കിൻ്റെ വരയാണ്. ഇത് 1/3 ഒരു ഭാഗം വരൻ്റെ മുകളിൽ വരണം. അപ്പോൾ 1/3 ഇവിടെ വരണം, വരൻ്റെ മുകളിൽ. ബാക്കി 2 ഭാഗം വരൻ്റെ അടിയിൽ. അങ്ങനെയാണ്. അല്ലാതെ വരമ്പക്കൂടെ എഴുതുമ്പോൾ അങ്ങനെയല്ലേ എഴുതണ്ടേ? ഇങ്ങനെയല്ലേ എഴുതണ്ടേ? ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. 1/3 ഒരു ഭാഗം വരൻ്റെ മുകളിലും 2 ഭാഗം അടിയിലും. ഈ വരയുടെ അടിഭാഗത്താണ് പുള്ളി വരിക കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇതാണ് ഒറ്റക്കുള്ള തനിച്ചുള്ള ജീം. ഈ തുടക്കത്തിലുള്ള ജീം തന്നെ 2 രൂപത്തിൽ വരുന്നുണ്ട്. അതിന് പേരുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്.